ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നേ ഒരു പരിപാടിക്ക് പോവാണ്. ഹാപ്പി ഓണം. ഇവിടെ പുള്ള എവിടെ? ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പറയാട്ടോ. കാണുന്നില്ലേ ഗിഫ്റ്റ്? കാണുന്നില്ലേ? ഞങ്ങൾ പകുതി എത്തി. പുറപ്പെടാൻ പോവുകയാണ്. ഭയങ്കരമായ ചൂടാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഷാർജയിലേക്കാണ് പോകുന്നത്. നല്ല വെയിലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങി നമ്മളിതാ ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ പൃഥ്വിരാജിനെ കാണാൻ പോകണം നമ്മള്. പിന്നെ നമ്മുടെ ദുൽഖർ നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ ചെന്നിറങ്ങുമ്പോൾ തിരക്കുണ്ടാവുമെന്ന് അറിയില്ല. നമ്മളെങ്ങനെ പോകണം? നമ്മളെ എക്സ്പോ ഷാർജയിൽ നമ്മൾ ഓണം മാമാങ്കത്തിന് പോകണം. പിന്നെ നമ്മുടെ ഷഹിൻഷല്ലേ, നമ്മുടെ ഹനാൻഷയുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി കളറാക്കാൻ അടിച്ചു പൊളിക്കാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. നമ്മൾ വേർത്ത് കുളിച്ച് വണ്ടി കയറുന്നത്. എപ്പോഴും നമ്മൾ തണുത്ത് കൂളായത്. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കണ്ട ബീച്ച്. നമ്മളങ്ങനെ എത്തിയിരിക്കാണ് ഗൈസ്. ഗേറ്റ് 2-ലാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഗേറ്റ് 2 പാർക്കിംഗ് ആണ് പ്രശ്നം. ആവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്, എല്ലായിടത്തും ഫുള്ളാണ്. ആൾക്കാർക്ക് അതാ പോകുന്നുണ്ട്. ഇതാ ചൂട്, ന്യായമായ ചൂടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ ഫുൾ ചൂട്. റംസി ഇറങ്ങാണ് ഗൈസ്. അടക്കിടക്ക് സാരി പറഞ്ഞല്ലേട്ടാ, മുറുക്കി പിടിച്ചോ. നീണ്ട നടപ്പിന് ശേഷം നമ്മളെ ക്യൂവിൽ കയറിയിരിക്കാം കേട്ടോ. ഗംഭീരമായി ക്യൂ ഉണ്ട്. ഇതാ നമ്മൾ കൗണ്ടറിലേക്ക് എത്തിയിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഉള്ളിലേക്ക് എൻ്റർ ആയിരിക്കാം കേട്ടോ. 2-ലാണ് മറ്റേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്, 1-ലാണ് പ്രോഗ്രാം കേട്ടോ. നമ്മളിതാ സദ്യ കഴിക്കാൻ പോകണം. ഇവിടെ നമ്മൾ ഈ പഞ്ചിപ്പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആറന്മുള ഉള്ള ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് ഫുഡ് തുടങ്ങിയിട്ടോടെ കാണുന്നുണ്ട്. ഊഞ്ഞാലിൻ്റെ സെക്ഷൻ കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, എത്തിയിട്ടുള്ളത് വരെ ഇനി എത്താൻ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നീണ്ട കുരുണ്ട് അവിടെ. സ്ഥലം ഗൈസ്. സാമ്പാർ വന്നു. കഴിക്കുക. ഓ പിന്നെ ഹംസി, ഞങ്ങളങ്ങനെ സദ്യ കഴിക്കും കേസ്. അത്യാവശ്യം 2, 3, 4, 5, 10, 12 കറികളുണ്ട് കേട്ടോ. അത്യാവശ്യം കൊള്ളാം. ഫുഡ് കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ്
കുറേ സ്റ്റാളുണ്ട്. നമ്മൾ സ്റ്റാളിൽ കയറി കുറച്ച് പ്രോഡക്റ്റൊക്കെ നമുക്ക് ഫ്രീ കിട്ടി. അത് കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ ഇനി ചെണ്ടമേളം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇവിടുത്തെ യാഡ്ലിയുടെ നമ്മുടെ വലിയ ഊഞ്ഞാൽ. നമ്മളിതാ കയറാൻ പോണത് 1-ലാണ് സ്റ്റേജ് ഉള്ളത്. സദ്യ ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതാ കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലല്ല, നമ്മൾ ഒരു മീഡിയം ഷേപ്പിലാണ്. നമ്മുടെ ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഗോൾഡാണ് നമ്മൾ കേട്ടോ. അയ്യവ ബർത്ത്ഡേ വിഷസാണ്. കാലം കടന്നുപോയാൽ പ്രകാശം കുറയാതെ മറിച്ച് ദിനംപ്രതി കൂടുതൽ തിളങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു നക്ഷത്രമാണ് നിങ്ങൾ. പഠിച്ചത് നിയമമാണെങ്കിൽ അഭിനയത്തിന് എഴുതി വെക്കപ്പെട്ട സകല നിയമങ്ങളും പൊളിച്ചെഴുതിയുമാണ്. ജൂനിയർ ആർട്ടിസ്റ്റായി അനുഭവങ്ങൾ പാലിച്ചെടുത്ത് Are we ready for the song? ഒരുമിച്ച് നമ്മൾ പാടാൻ പോകുന്നു. For the one and only Megastar. We sing together. Happy birthday to you. Happy birthday to you. Happy birthday. A bit more longer. Lo and behold to that side. നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അതൊരു ആഘോഷമാക്കട്ടെ. മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണെന്നുള്ളതാണ്. പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. കഴിയാൻ പോകുന്നത് ആ മനോഹര രൂപമാണ്. Walking in style, the Windbreaker, Prithviraj, entering the venue. ഞാൻ പ്രോമിസ് ചെയ്തോലെ പൃഥ്വി ആ സ്റ്റേജില് ഒരിച്ചിരി സമയം എല്ലാവർക്കും വേണ്ടി. All the Prithviraj back to the house. Make some noise. സിനിമകൾ നിർമ്മിക്കണം, എനിക്ക് എൻ്റെ സ്വന്തം സിനിമകൾ സംവിധാനം ചെയ്യണം, സ്വന്തം സിനിമകൾ എഴുതണം. ഐ വോണ്ട് ടു ഹാവ് മൈ ഓൺ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. Nothing better for a performer to have his performance, to have his work watched and accepted worldwide. ഇപ്പോൾ അയാൾ മറ്റൊരു സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ്. അതെന്തെന്ന് വെളിപ്പെടുത്തിയിട്ടെങ്കിലും പണിയെടുക്കാൻ മലയാള
Can't hear you guys. Are you guys ready to hear him speak? Now the crowd has spoken. കാര്യങ്ങൾ അത് എന്താണ് എന്താണ് ഞങ്ങൾ അതിൽ ഉദ്ദേശിച്ചതെന്ന് ഫുള്ളായിട്ട് പറയണമെങ്കിൽ 3-ാം ഭാഗം കൂടി എടുക്കണം. ഞാൻ അടുത്ത ചെയ്യുന്ന സിനിമ അതാണോ എന്ന് എനിക്കറിയില്ല. മേ ബി ഐ ഡു സംതിങ് എൽസ്. ലൂസിഫർ കഴിഞ്ഞ് ബ്രോഡാഡ് ചെയ്ത പോലെ എനിക്കൊരു വേറൊരു സാധനം ചെയ്താൽ മേ ബി ഇറ്റ് വിൽ ബി നൈസ് ഫോർ മീ. പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പൂർത്തീകരിക്കേണ്ട ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഐ വിൽ ഡെഫിനറ്റ്ലി തിങ്ക് ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്. Definitely. പക്ഷേ നേരത്തെ ഒരു വീഡിയോ ചോയ്സ് അവാർഡിനെ കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമേ വന്നിട്ടുള്ളൂ. അത് സാക്ഷാൽ പൃഥ്വിരാജിൻ്റെതാണ്. He carried one of the most challenging roles of recent times. ബെന്യാമിന്റെ ആടുജീവിതം നമ്മളെല്ലാവരും വായിച്ച് മനസ്സറിഞ്ഞ പുസ്തകമാണ്. അത്രയും പരിചിതമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പോലും, അത്രയും പരിചിതമായിട്ടുള്ള സാഹചര്യം, ആ പ്രതിസന്ധിയൊക്കെ മലയാളിക്ക് കാണാൻ പാഠമായിരുന്നിട്ട് പോലും വായിച്ചപ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ കിട്ടിയ അതേ വേദന നമ്മൾ കണ്ടുകൊണ്ട് സ്ക്രീനിലേക്ക് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർ അതിൽ പൃഥ്വിരാജിനെ കണ്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. And in one voice, all of us say, in our hearts, in our choices, there is only one man that deserves the award. Ladies and gentlemen, if it's true, please put your hands together for Prithviraj. താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ എപ്പോഴും പറയും, ലൈക്ക് ഒരുപാട് സിനിമകൾ ചെയ്യും, ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാകും, ഇനിയും ഉണ്ടാകട്ടെ. പക്ഷെ there will be once in a while ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം, ഞാനൊരു നടനായതുകൊണ്ട് മേ ബി ഫോർ യു ഇറ്റ് വുഡ് ബി അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി ഇത് അവസാനിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് പ്രോഗ്രാമാണത്. റംസിയുടെ ആദ്യത്തെ ദുബായിൽ ഓണം കഴിഞ്ഞ് പോകുന്ന പോക്കാനാണ്. അങ്ങനെ നമ്മളിതാ ഇറങ്ങി. നമ്മൾ നേരെ ഫുഡ് കഴിക്കാണ്ടായി. ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ സദ്യ കഴിച്ചിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ ലഫയിൽ പോയി 2 ഷവർമ വാങ്ങിച്ചു കേട്ടോ. കഴിച്ച് ഞങ്ങളിതാ തിരിച്ചിഞ്ഞ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണും വരെ വിടാം.